നമുക്ക് ഇന്നൊരു യാത്ര പോകാം. മുണ്ടക്കയത്തു നിന്നും നേരെ പരുന്തുംപാറയ്ക്കാണ് യാത്ര. ഞാനും എൻ്റെ സുഹൃത്തായ ഹരീഷനും കൂടിയാണ് യാത്ര തിരിച്ചത്. ഞാനിപ്പോൾ ഏകദേശം 2.5 വർഷമായി നാട്ടിൽ വന്നിട്ട്. പരുന്തുംപാറ പോയിട്ട് ഏകദേശം 7-8 വർഷമായി. നല്ല മഴക്കാറുണ്ട്. KK റോഡിൽ കൂടി വലിയ സ്പീഡൊന്നുമില്ലാതെ ഞങ്ങളങ്ങനെ പോയി. റോഡിൻ്റെ ഒരു സൈഡിൽ റബ്ബർ തോട്ടവും മറു സൈഡിൽ വീടുകളുമായി നല്ല പച്ചപ്പ് നിറഞ്ഞ യാത്ര തിരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടു. പയ്യെ ഞങ്ങൾ വണ്ടി നിർത്തി. ഹരി വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങകലെ നല്ല മഴക്കാറോട് കൂടിയ മേഘങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന മലനിരകളും ചെറിയ കുന്നുകളും കാണാൻ കഴിഞ്ഞു. വളരെ മനോഹരമായ ആ ദൃശ്യം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. ഒന്ന് മഴ തെളിഞ്ഞ വഴിയിലൂടെ വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. വീണ്ടും കുറേ ചെന്നപ്പോൾ നല്ല മഴ പെയ്തു. മഴത്തുള്ളികൾക്കിടയിലൂടെയുള്ള ഹൈ റേഞ്ചിലെ യാത്ര ഇത്തിരി പാടാണ്. എങ്കിലും നമ്മൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ പോകും. ഒരു സൈഡിൽ നല്ല താഴ്ചയുള്ള കൊക്കകളുണ്ട്. മഴയുള്ളതുകൊണ്ട് സൂക്ഷിച്ച് പോയേ പറ്റൂ. അങ്ങനെ യാത്ര പെരുവന്താനത്തെത്തി. മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ പഞ്ചായത്താണ് പെരുവന്താനം. ചെറിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും അത്യാവശ്യം കടകളുള്ള ഒരു ചെറിയ സിറ്റി. പെരുവന്താനം കഴിഞ്ഞ് മഴ ഇല്ലായിരുന്നു. ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിരുന്നു. വണ്ടിക്ക് കുറച്ച് വേഗത കൂട്ടി മുന്നിൽ കാണുന്ന മലനിരകളുടെ ദൃശ്യങ്ങൾ പകർത്തി അടുത്ത സിറ്റി നോക്കി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ വളഞ്ഞങ്ങാനത്തെത്തി. ഒരു ടീ ഷോപ്പിൽ നിന്നും 2 സ്ട്രോങ് ടീക്ക് പറഞ്ഞു. അയ്യപ്പ ഭക്തന്മാരുള്ളത് കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചേട്ടൻ നല്ലപോലെ വീശിയടിച്ച ചൂട് ചായ ആ ഗ്ലാസ്സിലേക്ക് പകർത്തി. എൻ്റെ മുന്നിൽ കാണുന്ന വീപ്പയിലെ തെളിഞ്ഞ വെള്ളത്തിൽ നിന്നും ചാർലി സിനിമയിൽ ദുൽഖർ മുഖം കഴുകുന്ന ഒരു സീൻ, അത് ഇവിടെ വെച്ചെടുത്തതാണെന്ന് പറയുന്നു. ചെറിയ ചാറ്റൽ മഴ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ചായ കുടിച്ചു. നല്ല മഴ വരും മുമ്പേ ഞങ്ങൾ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തിരിച്ചു. കനത്ത മഴയിലൂടെ വണ്ടി ഓടിച്ചു പോയപ്പോഴാണ് ഒരു പാൽ ലോറി ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുന്നത് കണ്ടത്. ഭാഗ്യം കൊണ്ടാവണം ലോറി മറിഞ്ഞ് അപ്പുറത്തെ റോഡിലേക്ക് പോകാഞ്ഞത്. അവിടെ കിടക്കുന്ന ആ മാരുതി ഡിസയറും ആ ആക്സിഡൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനത്തെത്തി. ഇവിടെ മഴയുടെ കാഠിന്യം ഇത്തിരി കുറഞ്ഞിരിക്കുന്നു. ഇടത്തോട്ടുള്ള വഴിയിലൂടെ പോയാൽ കട്ടപ്പന നെടുങ്കണ്ടം പോകാം. നമുക്ക് പോകേണ്ടത് വലത്തോട്ട് കുമളി റൂട്ടിലാണ്. ജംഗ്ഷൻ ആയതുകൊണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് വളച്ചെടുത്ത് പോകുന്നുണ്ട്. മഴയായതിനാൽ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടിക്കാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ചെറിയ ടീ ഷോപ്പുകളാണ്. കുറച്ചകലെ ആ കാണുന്നത് കുട്ടിക്കാനം മരിയൻ കോളേജാണ്. പോകുന്ന വഴിയിൽ തന്നെ ഒരു യൂറോപ്യൻ മോഡൽ വീട് കണ്ടു. കൊള്ളാം. നാട്ടിലിപ്പോൾ മിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള വീടുകളാണ് പണിയുന്നത്. ശബരിമല സീസൺ ആയതുകൊണ്ടാവാം തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് കൂടുതലായും ഓപ്പോസിറ്റ് വരുന്നത്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ പയ്യാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളങ്ങനെ പീരുമേട്ടിലെത്തി. പീരുമേട് ഗ്രാമപഞ്ചായത്ത് ഒരു ഹിൽ സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3002 ഫീറ്റിൽ ഉയരത്തിലത് സ്ഥിതി ചെയ്യുന്നു. നല്ല ചാറ്റൽ മഴയുണ്ട്. പീരുമേട് പാലം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. KK റോഡിൽ നിന്നും പരുന്തുംപാറ റൂട്ടിലേക്ക് ഞങ്ങൾ വാഹനം തിരിച്ചു. ഭംഗിയുള്ള തേയിലത്തോട്ടം കണ്ടു. ഹരി വീഡിയോ എടുത്തു. നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹാരിത. അവിടെ നിന്നും പരുന്തുംപാറയിലേക്ക് യാത്ര തുടർന്നു. ഏകദേശം 4 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ പരുന്തുംപാറയിലെത്താം. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടം നീണ്ടു നിവർന്ന് കിടക്കുന്നു. മൊട്ടക്കുന്നുകളിൽ തേയിലച്ചെടികൾ പച്ച മൂടി നിൽക്കുന്ന കാണുന്നത് തന്നെ വേറിട്ടൊരു അനുഭൂതിയാണ്. ഈ തേയിലച്ചെടികൾക്കിടയിൽ ഇറങ്ങി ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാൻ സാധിക്കും. കുറച്ചകലം മാറി തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്നത് കാണാം. ആ കുട പിടിച്ച് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു സൂപ്പർവൈസർ. വളരെ വേഗത്തിൽ തളിരുകൾ കട്ട് ചെയ്ത്
അവരുടെ പുറത്തിട്ടിരിക്കുന്ന കൂടയിലേക്ക് മാറ്റുന്നു. പരുന്തുംപാറയിൽ കോടമഞ്ഞിനിടയിലൂടെ നടന്ന് ആ സൗന്ദര്യമൊന്ന് ആസ്വദിച്ചു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കോടമഞ്ഞുണ്ടാകുന്നത്. ചുറ്റുപാടും നിൽക്കുന്നത് ഒന്ന് കാണാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആയിരുന്നു മഞ്ഞുണ്ടായിരുന്നത്. മഴയുണ്ടായിരുന്നുകൊണ്ടാവാം ഇത്രയും നല്ല കോടമഞ്ഞുണ്ടായിരുന്നു തോന്നുന്നു. അവിടെ നിന്നും ഞങ്ങൾ വ്യൂ പോയിൻ്റ് കാണുവാൻ തിരിച്ചു. പീരുമേട്ടിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമുള്ള പരുന്തുംപാറയിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് സൂയിസൈഡ് പോയിൻ്റാണ്. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ വ്യൂ പോയിൻ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടുത്തെ ഒരു പാറക്കെട്ടിന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിരസുമായി നല്ല സാമ്യം കാണാൻ സാധിക്കും. ഇതിനെ ടാഗോർ പാറ എന്നറിയപ്പെടുന്നു. ഞങ്ങൾ വന്ന സമയത്ത് അനേകം ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. ഇടുക്കിയുടെ മനോഹാരിത തൊട്ടുണർത്തുന്ന പരുന്തുംപാറയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോകേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. ബായ്.